ഹായ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് ഈ തിയറത്തിലാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. വി ഡബ്ല്യു എന്നുള്ളത് രണ്ട് വെക്ടർ സ്പേസുകളാണ് ഓവർ ദി സെയിം ഫീൽഡ് ഓഫ്. ഓക്കെ, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ വരുമ്പോഴത്തേക്ക് എപ്പോഴും വി ടു ഡബ്ല്യു എടുക്കുമ്പം ഓവർ ദി സെയിം ഫീൽഡ് ആയിരിക്കും. ഓക്കെ, ഇനി വി എന്ന് പറയുന്ന വെക്ടർ സ്പേസിൻ്റെ ബേസിസ് ആണ് ആര്? ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത്. ഓക്കെ, ഈ എഫ് എന്ന് പറയുന്നത് ഈ ബേസിസിൽ നിന്നും ഡബ്ല്യൂയിലേക്കുള്ള ഒരു ഫങ്ഷനാണ്. ഓക്കെ, അപ്പം ബേസിസിലെ എലമെൻറ്റിനെ ഇപ്പം നമുക്കൊരു V1 V2 എക്സെട്ര Vn എന്ന് നമുക്ക് എടുത്തിരിക്കട്ടെ. ഓക്കെ, എഫ് ബിയിൽ നിന്നും ഡബ്ല്യൂയിലേക്കുള്ള ഫങ്ഷൻ ആയതുകൊണ്ട് ഓരോ ബേസ് എലമെൻറ്റിന് കറസ്പോണ്ട് ചെയ്തും ഇപ്പം വി ജെക്ക് കറസ്പോണ്ട് ചെയ്തും അപ്പുറത്തൊരു ഡബ്ല്യു ജെ എന്ന് പറയുന്നൊരു എലമെൻ്റ് ഉണ്ടായിരിക്കും. അത് ഏതുകൊണ്ടല്ലോ W1 W2 എക്സെട്ര Wn എന്ന് പറയുന്നത് ആർബിട്രറി എലമെൻറ്റ് ഇൻ ക്യാപിറ്റൽ ഡബ്ല്യു ആണ്. അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകണമെന്നോ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആകണമെന്നോ അതിന് ഒരു കണ്ടീഷനും. നമ്മൾ ജസ്റ്റ് ഒരു റാൻഡമായിട്ട് ചൂസ് ചെയ്യുന്ന എലമെൻറ്റുകളാണ് ആര്? ഈ W1 W2 എക്സെട്ര Wn എന്ന് പറയുന്നത്. പക്ഷേ V1 V2 എക്സെട്ര Vn എന്ന് പറയുന്നത് എന്താണ്? ബേസ് ആണ്. ഓക്കെ, അപ്പം നിലവിൽ നമുക്കൊരു ബേസിസ് എലമെൻറ്റിൽ നിന്നും ഒരു ഫംഗ്ഷൻ ഉണ്ട് എങ്കിൽ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നെ എവിടുന്ന് കണ്ടെത്താൻ പറ്റും? വിയിൽ നിന്ന് ഡബ്ല്യൂയിലേക്ക് കണ്ടെത്താൻ പറ്റും. എങ്ങനെയാണ്? പ്രത്യേകത എന്താണ്? നമ്മുടെ ബേസിസ് എലമെൻറ്റിൽ ഈ ട്രാൻസ്ഫോർമേഷനും ഫംഗ്ഷനും എന്ത് ചെയ്യും? സെയിം ആയിരിക്കും. അതായത് ടി ഓഫ് വി ഐ എന്ന് പറയുന്നതും എഫ് ഓഫ് വി ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം തന്നെ കിട്ടത്തക്ക രീതിയിൽ നമുക്കൊരു യുണീക്കായിട്ടൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഒരു യുണീക്ക് അല്ലേ, ഒരു യുണീക്ക് ടി കണ്ടെത്താൻ പറ്റും. ഏത് പ്രത്യേകതയുള്ളത്? ഈ ടി ഓഫ് വി ഐ ഈക്വൽ ടു എഫ് ഓഫ് വി ഐ പ്രത്യേകതയുള്ളത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ എഴുതുന്നതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കാരണം നമ്മളൊരു ആർബിട്രറി എലമെൻറ്റ് വി ബേസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വിയെ നമുക്ക് ആറ് ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും. ആ ബേസിസ് എലമെൻറ്റുകളുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും. ഇനി ടി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ടി ഓഫ് വി നമുക്ക് കണ്ടുപിടിച്ചാൽ ബേസിക്കലി എന്ത് കിട്ടും? ആൽഫ 1 ഇൻറ്റു ടി V1. പക്ഷേ ടി V1 എന്ന് പറയുന്നത് എഫ് V1 എന്താണ്? നമ്മൾ സെയിം ആണ്. അതുപോലെ എക്സെട്ര ആൽഫ കെ ടി ഓഫ് വി കെ ആണ് വരേണ്ടത്. ടി ഓഫ് വി കെ എന്ന് എഴുതുന്നതിന് വരെ നമ്മൾ എന്ത് എഴുതും? എഫ് ഓഫ് വി കെ. ഓക്കെ, എനിവേ ഇത് നമ്മൾ പഠിച്ചു ഓൾറെഡി. അപ്പം അത് എൻ്റെ തന്നെ ഒരു നമ്മളൊന്നുകൂടെ അതിനൊരു ഡെഫിനിഷനാക്കി എഴുതി. ആ തിയറത്തിൽ പഠിച്ച കാര്യത്തെ നമ്മൾ നെക്സ്റ്റ് ഒരു ഡെഫിനിഷനായിട്ട് പറഞ്ഞിരിക്കുന്നുള്ളൂ അടുത്ത ഡെഫിനിഷനിൽ. അതാണ് നമ്മുടെ ഡെഫിനിഷൻ 2.6. ഡെഫിനിഷൻ 2.6 പറയുന്നത് വായിച്ചു നോക്കാം. വി ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്? രണ്ട് വെക്ടർ സ്പേസുകളാണ്. ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് നമ്മുടെ ബേസിസ് ഓഫ് വി ആണ്. എഫ് എന്ന് പറയുന്നത് ബിയിൽ നിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ്. എങ്കിൽ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? എങ്കിൽ ദ യുണീക്ക് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി ഫ്രം വി ടു ഡബ്ല്യു അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇങ്ങനെ ടി ഓഫ്, ഇതിന് വേണമെങ്കിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എഴുതുവാണെങ്കിൽ ടി ഓഫ് ആൽഫ 1 V1 പ്ലസ് എക്സെട്ര ആൽഫ എൻ Vn ഈക്വൽ ടു എങ്ങനെ എഴുതും? ആൽഫ 1 ഇൻറ്റു ടി ഓഫ് V1. ടി ഓഫ് V1 ആരാ? എഫ് ഓഫ് V1 പ്ലസ് എക്സെട്ര ആൽഫ എൻ ഇൻറ്റു ടി ഓഫ് Vn. ടി ഓഫ് Vn ആരാണ്? എഫ് ഓഫ് Vn. ഞാൻ ഈ എഴുതിയിരിക്കുന്ന ഈ കാര്യത്തെയാണ് ഇവർ ഈ സിഗ്മ നൊട്ടേഷൻ ഉപയോഗിച്ചും എഴുതിയിരിക്കുന്നത്. എങ്കിൽ ഇത് ആക്ച്വലി എന്താണ്? ഒരു ഫംഗ്ഷനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് എന്താക്കി പറ്റും? നമ്മുടെ കയ്യിൽ ഇനിഷ്യലി ഉള്ളതൊരു ഫംഗ്ഷൻ ആയിരുന്നു അല്ലേ? ഈ ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനാക്കി മാറ്റി. വിയിൽ നിന്നും ഡബ്ല്യൂയിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനാക്കി മാറ്റി. ഓക്കെ, അപ്പോൾ അതാണ് ലീനിയർ എക്സ്റ്റൻഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്, നിങ്ങളിത് വായിച്ചു നോക്കുക. ഈ പാരഗ്രാഫ് പറയുന്നില്ല. ദ ലീനിയർ എക്സ്റ്റൻഷൻ ഓഫ് എ ഗിവൺ മാപ്പ് ഫ്രം എ ബേസിസ് എഗ്രീസ് വിത്ത് മാപ്പ് ഓൺ ദി ബേസിസ്. അതായത് ടി ഓഫ് വി ഐ ഈക്വൽ ടു എഫ് ഓഫ് വി ഐ ആയിരിക്കും എന്നാണ് ഈ ലൈനിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്കൊന്നുകൂടെ വായിക്കാം. ഇൻ പർട്ടിക്കുലർ സപ്പോസ് ബി ഈക്വൽ ടു V1 എക്സെട്ര Vn ഇസ് എ ബേസിസ് ആണെന്ന് വിചാരിക്കുക. W1 എക്സെട്ര Wn എന്ന് പറയുന്ന എനി വെക്ടർ ഇൻ ദ വെക്ടർ സ്പേസ് W എന്നിരിക്കട്ടെ. ഓക്കെ, എങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എഫ് എന്താണ്? ബി എന്ന ഡബ്ല്യൂയിലേക്കുള്ള ഫംഗ്ഷൻ എങ്ങനെയാണ്? എഫ് ഓഫ് V1 ഈക്വൽ W1, എഫ് ഓഫ് V2 ഈക്വൽ W2 എക്സെട്ര എഫ് ഓഫ് Vn ഈക്വൽ ടു Wn. എങ്കിൽ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? ഒരു യുണീക്ക് ആയിട്ടുള്ള
ലീനിയർ എക്സ്റ്റൻഷൻ. ഓക്കെ, എഫിന് നമുക്ക് ഒരു ലീനിയർ എക്സ്റ്റൻഷൻ കണ്ടെത്താൻ പറ്റും. അതാണ് ആര്? ടി. ഓക്കെ, അതാണ് പറയുന്നത്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ഇതാണ്, നോട്ടീസ് ദാറ്റ് വെക്ടേഴ്സ് W1 എക്സെട്ര WN നീഡ് നോട്ട് ബി എന്താണ് ആ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നില്ല, എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ പഠിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അതുകൊണ്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. നമ്മളെടുക്കുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ബേസിക്കലി R3 നിന്ന് R3 ഒരു എക്സാമ്പിളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഓക്കെ, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് R3 ഒരു ബേസിസ് ആണ് ആര്? ഇ. അപ്പോൾ ഏതായിരിക്കും ബേസിസ്? നമ്മുടെ സ്റ്റാൻഡേർഡ് ബേസിസ് 1 0 0 0 1 0 0 0 1. നമുക്കൊരു മാപ്പ് കൺസിഡർ ചെയ്യാം. എവിടുന്ന്? ബേസിസിൽ നിന്നും R3 ഒരു മാപ്പ് കൺസിഡർ ചെയ്യാം. ആ മാപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത്? 1 0 0യെ 0 1 1 മാപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ബേസ് എലമെൻ്റായ 0 1 0 എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു? 1 1 0 മാപ്പ് ചെയ്യുന്നു. അടുത്ത ബേസ് എലമെൻ്റായ 0 0 1 എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു? 1 2 1 മാപ്പ് ചെയ്യുന്നു. അപ്പം നിലവിൽ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു ഫംഗ്ഷനാണ്, ബേസിസിൽ നിന്നും R3 ഒരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷനെയാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തതായി ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആക്കി മാറ്റാൻ പോകുന്നത്. അതിൻ്റെ പ്രൊസീജിയർ എന്താണ്? അതിൻ്റെ പ്രൊസീജിയർ വളരെ എളുപ്പമാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ R3 ഈ R3 ഒരു ആർബിട്രറി എലമെൻറ്റ് ABC ചൂസ് ചെയ്യുക. ഓക്കെ, അതാണ് ഇരിക്കുന്നത്. നമ്മളൊരു ആർബിട്രറി എലമെൻറ്റ് ABC ചൂസ് ചെയ്തു. എന്നിട്ട് ഈ ABC നമ്മൾ ആരുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതണം? നമ്മുടെ ബേസിസ് എലമെൻറ്റിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി ഇത് എഴുതിയിരിക്കുന്നു. അതാണ് A × 1 0 0 പ്ലസ് B × 0 1 0 പ്ലസ് C × 0 0 1. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്ത് അപ്ലൈ ചെയ്യാം? ഈ എഴുതിയിരിക്കുന്ന സാധനത്തിലേക്ക് നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യാം. ഇവിടെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്തായിരിക്കും വരാൻ പോണേ? T of ABC എന്ന് വെച്ചാൽ അപ്പോൾ എന്ത് വരും? A × F of 1 0 0 പ്ലസ് B × F of 0 1 0 പ്ലസ് C × F of 0 0 1. ഓക്കെ, നമ്മളപ്പം F of 1 0 0ക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? 0 1 1 കൊടുത്തു. F of 0 1 0ക്ക് വരെ നമ്മൾ 1 1 0 കൊടുത്തു. അടുത്ത നെക്സ്റ്റ് F of 0 0 1 വരെ 1 2 1 കൊടുത്തു. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് കിട്ടും. ഓക്കെ, അപ്പം ഇപ്പോൾ ഇത് നിലവിൽ എന്തായി തീർന്നു? ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനായി തീർന്നു. കേട്ടോ, T of ABC. ABC എന്ന് പറയുന്നത് നമ്മൾ R3 ചൂസ് ചെയ്ത ഒരു ആർബിട്രറി എലമെൻ്റ് ആണ്. അപ്പോൾ ആ ആർബിട്രറി എലമെൻറ്റിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നു? T of ABC നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നു. അതാണ് ഈ കിടക്കുന്നത്. ഇത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ലീനിയർ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മൾ ഇനി തൊട്ട് അങ്ങോട്ട് ഫർദർ ആയിട്ട് പോകുമ്പോൾ ഈ F of എന്നുള്ള നൊട്ടേഷൻ ഉപയോഗിക്കത്തില്ല കേട്ടോ. F of എന്ന് എഴുതുന്നതിന് വരെ നമ്മൾ ഇനി തൊട്ട് T of എന്ന് എഴുതത്തുള്ളൂ കേട്ടോ. ഓക്കെ, കാരണം നമ്മൾ തിയറത്തിൽ ഓൾറെഡി T of. ഓക്കെ, അതാണ് അവർ പറയുന്നത്. We will suppress the symbol F for the function that is prescribed on the basis. We will rather start with the symbol T itself. നമ്മൾ ഇനി തൊട്ട് F എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാൻ T തന്നെ ഉപയോഗിക്കത്തുള്ളൂ. കാരണം ഓൾറെഡി നമ്മളിപ്പോൾ ആ തിയറത്തിൽ കണ്ടല്ലോ എന്താണ് അതിൻ്റെ വർക്കിംഗ് പരിപാടി എന്ന് പറയുന്നത്. Tയും Fഉം ബേസിസ് എലമെൻറ്റിൽ എന്താ ചെയ്യുന്നത്? സെയിം ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി F of എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ T എന്ന് തന്നെ നമ്മൾ ഇനി തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കത്തുള്ളൂ. ഓക്കെ, കാരണം തെറ്റൊന്നുമില്ലല്ലോ, രണ്ടും സെയിം തന്നെയാണ്. ഇനി അത് വെച്ചുള്ളൊരു എക്സാമ്പിളാണ് നെക്സ്റ്റ് പോകുന്നത്. A എന്ന് പറയുന്നത് എന്താണ്? ഒരു മെട്രിക്സ് ആണ്, ഒരു M/N മെട്രിക്സ് ആണ് ഇരിക്കുന്നത്. ബേസിക്കലി ഇത് ഇതാണ്. കുറച്ചുകൂടി ഡീറ്റെയിൽ ചെയ്യുകയാണെങ്കിൽ A11 A12 എക്സെട്ര N/N മെട്രിക്സ് A1n A21 A22 എക്സെട്ര A2n ലാസ്റ്റ് AN1 AN2 എക്സെട്ര AN. ഓക്കെ, ഇത് നമുക്കൊരു മെട്രിക്സ് കിട്ടി. അതവിടെ നിൽക്കട്ടെ. നമ്മളെപ്പോഴും എന്താണ് നമ്മുടെ തുടക്കം? നമ്മൾ ബേസിസിൽ നിന്ന്, ഇപ്പോൾ ബേസിന് ഞാൻ എന്ന് വിളിക്കുവാണെങ്കിൽ നിന്നും FN മാപ്പ്. ഇതാണ് നമ്മുടെ പഴയ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ? എക്സ്റ്റെൻഡ് ചെയ്യാൻ പോണത്. എവിടുന്ന് എങ്ങോട്ട്? FN നിന്നും FN നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കൂ,
നമ്മുടെ ബേസിസ് ആരാണ്? E1 എക്സെട്ര En എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ബേസിസ്. അപ്പം നമ്മൾ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇനി തൊട്ട് നമ്മൾ എഫ് ഓഫ് എന്ന് ഉപയോഗിക്കത്തില്ല, പകരം എന്താ ഞാൻ പറഞ്ഞു, ടി ഓഫ് എന്നേ ഉപയോഗിക്കത്തുള്ളൂ. ടി ഓഫ് E1, ടി ഓഫ് E2, ടി ഓഫ് E. ഓക്കെ, അപ്പോൾ എന്താ ടി ഓഫ് E1? ടി ഓഫ് E1 എന്ന് വെച്ച് കഴിഞ്ഞാൽ A11, A21 എക്സെട്ര AN1. അതായത് കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുവാണെങ്കിൽ ഇത് ഫസ്റ്റ് എലമെൻറ്റിനെ ഇങ്ങോട്ട് മാപ്പ് ചെയ്യും. ഓക്കെ, ഇത് എവിടുത്തെ എലമെൻറ്റാണ്? ഫസ്റ്റ് കോളം. ഈ ഫസ്റ്റ് കോളം ആക്ച്വലി എവിടുത്തെ എലമെൻറ്റാണ്? FN എലമെൻറ്റാണ്, കാരണം N കമ്പോണൻ്റ് ഉണ്ട്. ഓക്കെ, എക്സെട്ര TEN എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത്? A1N, A2N എക്സെട്ര ANN. അതായത് ഇങ്ങനെ. അത് നമ്മൾ എങ്ങനെ മാപ്പ് ചെയ്യുന്നത്? നമ്മൾ കോളം വൈസ് ആണ് മാപ്പ് ചെയ്യുന്നത്, മനസ്സിലായോ? നമ്മൾ ആ കോളം വൈസ് ആയിട്ടാണ് ഇവിടെ മാപ്പിംഗ് നടത്തുന്നത്. ഇപ്പം നിങ്ങൾക്ക് മാപ്പിങ്ങിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, അപ്പം നമ്മുടെ മാപ്പിംഗ് ബേസിൽ ആക്ച്വലി നടക്കുന്നത് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? ആ FN നിന്നും FN മാപ്പിംഗ് ആണ് വരാൻ പോണത്. അപ്പോൾ FN നിന്ന് FN ആയതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ബേസ് എലമെൻറ്റിനെ, അപ്പോൾ ടി ഓഫ് E1 അപ്പോൾ എന്ത് വരും? ഫസ്റ്റ് കോളം. ടി ഓഫ് E2 അപ്പോൾ എന്ത് വരും? സെക്കൻഡ് കോളം. അങ്ങനെ പോയി നമ്മുടെ ടി ഓഫ് En എന്ത് വരും? നമ്മുടെ ലാസ്റ്റ് കോളം. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു ആർബിട്രറി എലമെൻറ്റ് എവിടെ ചൂസ് ചെയ്യുന്നു? ആ FN നമ്മൾ ചൂസ് ചെയ്യുന്നു ഒരു ആർബിട്രറി എലമെൻറ്റ്. അതാണ് ഏത്? α1 എക്സെട്ര αn. ഇതിനെ നമുക്കറിയാം എങ്ങനെ എഴുതും? α1 ഇൻറ്റു 100 എക്സെട്ര. അതിന് പകരമാണ് നമ്മൾ α1 E1, α2 E2 എക്സെട്ര നമ്മൾ എന്തെഴുതും? αn En എന്ന് എഴുതും. ഓക്കെ, അതാണ് ഈ കിടക്കുന്നത്. ഇനി നമുക്ക് ടി ഓഫ് കണ്ടുപിടിക്കാം. ടി ഓഫ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുന്നത്? ടി ഓഫ് എക്സ്. ടി ഓഫ് എക്സ് എന്ന് വെച്ചാൽ അപ്പോൾ എന്ത് വരും? α1 ഇൻറ്റു TE1, α2 ഇൻറ്റു TE2 പ്ലസ് എക്സെട്ര αn ഇൻറ്റു TEn. ഇനി TE1 വരെ നമ്മൾ ആ കോളത്തിൽ വില അങ്ങോട്ട് കൊടുക്കുക. അതാണല്ലോ A11 എക്സെട്ര AN1 എക്സെട്ര അങ്ങനെ പോയി αn. TEN വരെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ലാസ്റ്റ് കോളത്തിലെ വില അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പിന്നെ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ നമുക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. വേണമെങ്കിൽ ഞാൻ എഴുതി കാണിക്കാം. ഇതിനെ അകത്തേക്ക് ഗുണിക്കുന്നു. അപ്പം α1 A11 പ്ലസ് എക്സെട്ര αn A1n അല്ലേ? അങ്ങനെ പോയി അവസാനം വരാൻ പോണത് α1 AN1 പ്ലസ് എക്സെട്ര ഇങ്ങനെ വരും. ഇതിനെയാണ് നമ്മൾ ഈ സിഗ്മ നൊട്ടേഷൻ ഉപയോഗിച്ച് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വായിച്ചു നോക്കുന്നത് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. സിഗ്മ നൊട്ടേഷൻ ഇതിന് അപ്ലൈ ചെയ്തിരിക്കുക. ഓക്കെ, അപ്പോൾ സിഗ്മ നൊട്ടേഷൻ വേണം. ആദ്യത്തെ ഇവിടെ സിഗ്മ നൊട്ടേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെ വേരി ചെയ്യാൻ പോണത് ഞാൻ J = 1 എന്ന് എടുത്തു. ഓക്കെ, ഇവിടെ ആൽഫകൾ വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ αj എന്ന് കൊടുക്കാം. ഇനി A11 അവിടെ വേരി ചെയ്യുന്നത് രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ അതിനെ നമുക്ക് A1j. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ നമുക്കതിനെ എഴുതാം. ഓക്കെ, പിടിയിട്ടില്ലോ. ഇനി ഇപ്പം പഠിച്ച എക്സാമ്പിളിൻ്റെ തന്നെ ചെറിയൊരു വേരിയേഷൻ കൊടുത്തിരിക്കുന്ന സാധനം. നമ്മളവിടെ n/n മെട്രിക്സിന് പകരം ഇവിടെ എന്ത് ചെയ്യും? m×n മെട്രിക്സ് എടുത്തിരിക്കുന്നത്. അപ്പം ചെറിയൊരു വ്യത്യാസം. A11, A12 എക്സെട്ര A1n, A21, A22 എക്സെട്ര A2n ഇങ്ങനെ പോയി ലാസ്റ്റ് അപ്പോൾ എന്ത് വരും? AM1, AM2 എക്സെട്ര AMn. ഓക്കെ, സെയിം സാധനം തന്നെയാണേ. ഓക്കെ, പിടിയില്ലോ. അപ്പോൾ നമ്മുടെ ടി എന്ന് പറയുന്ന മാപ്പിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ടി എന്ന് പറയുന്ന മാപ്പിംഗ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ E1 എക്സെട്ര En ആയിരിക്കും ഇവിടെ നമ്മുടെ എന്ത് ബേസിസ് എന്ന് പറയുന്നത്. E1, E2 എക്സെട്ര E1, E2 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസിസ് എന്ന് പറയുന്നത് E1, E2 എക്സെട്ര En എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത് ബേസിസ്. നമ്മൾ മാപ്പിംഗ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടി ഓഫ് E1. ഓക്കെ, ഇത് ഇവിടെ കിടക്കുന്നുണ്ട്.
ടി ഓഫ് മാപ്പിംഗ് ഡിഫൈൻ ചെയ്യാൻ ടി ഓഫ് E1 എന്ന് പറയുന്നത് അപ്പോൾ എന്ത് വരും ഫസ്റ്റ് കോളം. ഇവിടെ ടി ഓഫ് EJ എന്ന് പറയുന്നത് ജെത്ത് കോളം എന്നാണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ടി ഓഫ് E1 എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ടി ഓഫ് E1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോളം. ഇതിനെ ഇങ്ങനെ എഴുതുന്നതിന് പകരം അവരെങ്ങനെ എഴുതി, ഇനി ഫസ്റ്റ് കോളത്തെ അവർ A11 എക്സെട്ര AM1 M1 ട്രാൻസ്പോസ് എന്ന് വിളിച്ചു എഴുതാനുള്ള. അതായത് അവർ കോളമായിട്ട് തന്നെ അതിനെ നിർത്തി ബേസിക്കലി. പിടിയോ, നേരത്തെ നമ്മുടെ എഴുത്ത് അങ്ങനെയല്ല, നേരെ എന്ന് എഴുതിക്കൊണ്ടിരുന്നുണ്ട്. ടി ഓഫ് E1 ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നത് നമ്മൾ റോയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ റെപ്രസെൻറ്റേഷൻ എന്തായിട്ട് ഇതിനെ കണ്ടിന്യൂ ചെയ്തു, ആ റോയായിട്ട് നിർത്തി. പക്ഷേ ഇവർ റെപ്രസെൻറ്റേഷൻ എന്തായിട്ടാണ് നിർത്തുന്നത്, കോളമായിട്ടാണ് നിർത്തുന്നത്. ഓക്കെ, ഒന്നുമില്ല, ഒരു ആ രീതിക്കാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ടി ഓഫ് E2 എന്താണ്, ആ നമ്മുടെ സെക്കൻഡ് കോളം. പിടിയോ, അപ്പം ഇതാണ് നമ്മുടെ ടി ഓഫ് E1, ഇതാണ് നമ്മുടെ ടി ഓഫ് E2, ഇതാണ് നമ്മുടെ ഏത് ടി ഓഫ് EN. പിടിയോ, അപ്പം നമുക്കിപ്പം ഫംഗ്ഷൻ പറഞ്ഞ നമുക്ക് ബേസ് എലമെൻറ്റുകളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് ധാരണയായി കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ലീനിയർ എക്സ്റ്റൻഷൻ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ലീനിയർ എക്സ്റ്റൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്, ആ നേരത്തെ പോലെ തന്നെ ഒരു റാൻഡം ആയിട്ടൊരു എലമെൻറ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നു. FN×1 റാൻഡം ആയിട്ടൊരു എലമെൻറ്റ് അത് നമ്മൾ ചൂസ് ചെയ്തു. ആ ചൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ ആ ബേസ് എലമെൻറ്റുകളുടെ ആ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ അങ്ങോട്ട് എഴുതും. ബേസ് എലമെൻറ്റുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ നമുക്കറിയാം, നേരത്തെ എഴുതിയ കണക്ക് α1 × E1 പ്ലസ് α2 × E2 പ്ലസ് എക്സെട്ര αn × EN. ഇത് α1 E1 പ്ലസ് എക്സെട്ര αn EN. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടി ഓഫ് എക്സ്. അപ്പോൾ എന്ത് വരും, ടി ഓഫ് എക്സ് എന്ത് വരും, α1 × TE1 പ്ലസ് എക്സെട്ര αn × TN. ഇനി നമ്മൾ TE1 വരെയുള്ള ആ കോളം വില കൊടുക്കുക, TE2 വരെ കോളം വില കൊടുക്കുക, TE1 വരെ കോളം വില കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് കിട്ടും. ഇതാണ് ആക്ച്വലി നമുക്ക് തൊട്ട് മുമ്പ് കിട്ടിയ സാധനം. നിങ്ങൾ നോക്കി കമ്പയർ ചെയ്താൽ കാണാം. നമുക്ക് തൊട്ട് മുമ്പ് കിട്ടിയത് ഇവിടെ, സോറി, ഇത് നമുക്ക് തൊട്ട് മുമ്പ് കിട്ടിയത് ഈ സാധനം കണ്ടോ, ഇത് തന്നെയാണ് ആ കിടക്കുന്നത്. ഓക്കെ, വ്യത്യാസം ഇവർ റോ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു, ഇവരെന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളൂ, ആ കോളമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളൂ. അതാണ് ഇവിടെ ഒരു ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ നൊട്ടേഷൻ കൂടെ എന്ത് കിടക്കുന്നത്, ആ എക്സ്ട്രാ കിടക്ക് അത് കണ്ടത്. അപ്പോൾ ഈ എക്സാമ്പിൾ വളരെ ബേസിക് ഇത്രേ ഉള്ളൂ. നമുക്ക് ഈ എക്സാമ്പിൾ ഉപരി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ആക്ച്വലി എന്താ സംഭവിച്ചത്, നമ്മൾ തുടക്കത്തിൽ ഇതിൻ്റെ എസെൻസ് ആണ്, നമ്മൾ എ എന്ന് പറയുന്ന ഒരു M×n മെട്രിക്സ് കണ്ടുപിടിച്ചു, ശരിയല്ലേ? എ എന്ന് പറയുന്ന ഒരു M×n മെട്രിക്സ് കണ്ടുപിടിച്ചു. ഈ M×n മെട്രിക്സിൽ നിന്ന് നമ്മൾ എന്താക്കി മാറ്റി, ഇവിടെ നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്തു, ഇവിടെ നമ്മൾ എന്താ ഫൈൻഡ് ചെയ്തേ, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കണ്ടെത്തിയില്ലേ, ശരിയല്ലേ? മുകളിലത്തെ എക്സാമ്പിൾ എല്ലാം രണ്ട് എക്സാമ്പിൾ ചെയ്തില്ലേ, ഒരു മെട്രിക്സിനെ കറസ്പോണ്ടിങ് ആയിട്ട് അപ്പം നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റുന്നുണ്ട്, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് കണ്ടെത്താൻ പറ്റുന്നത്, ടി കണ്ടെത്തിയിരിക്കുന്നത് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്, ടി കണ്ടെത്തിയിരിക്കുന്നത് വേറെ കളറിൽ എഴുതാം, ഓക്കെ സോറി, ടി കണ്ടെത്തുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാ, FN-ൽ നിന്നും FM-ലേക്ക്, അല്ലെങ്കിൽ FN×1 നിന്നും FM×1 നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റുന്നു, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കണ്ടെത്താം. ഇതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ് കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഒരു M/n മെട്രിക്സ്, അതാണ് ആര്, ഇത് ഒരു M/n മെട്രിക്സ് ഉണ്ടെങ്കിൽ ഇതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കണ്ടെത്താൻ പറ്റും. എവിടെ നിന്ന് എങ്ങോട്ട്, FN-ൽ നിന്നും FM-ലേക്ക്. ഞാനതിന് സിമ്പിളായിട്ട്, അല്ലെങ്കിൽ FN×1 നിന്നും FM×1 ഇങ്ങനെയുള്ള എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ എസൻസ്. ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ ആ മെട്രിക്സിൽ നിന്നും നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും, അപ്പോൾ ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കണ്ടെത്താൻ പറ്റും. ഇതാണ് ഇവിടുത്തെ മെയിൻ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു മെട്രിക്സിന് നമുക്ക് എന്തായിട്ട് കാണാം, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കണം. അതാണ് അവർ പറയുന്നത്. ഇൻഫാക്ട് എനി മെട്രിക്സ് എ ഈസ് വ്യൂഡ് ആസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഓൺ ദിസ് വേ. ക്ലിയർ ആയിട്ട്? ഓക്കെ, താങ്ക് യു.